ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം ദൂത് പറയുക, വിദേശത്തിരിക്കുന്നതിന്റെ സന്തതി, നിന്റെ വീട്ടിനകത്തിരിക്കുന്ന വ്യക്തികൾ, അവന്റെ കെട്ടടിക്കാൻ ദൈവത്തിന്റെ വാക്കുകൾ മതി. അതുകൊണ്ടാണ് പറഞ്ഞ അവൻ വചനമയച്ചവരെ സൗഖ്യമാക്കി. ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുകയാ. യേശുവിന്റെ നാമത്തില് ഇനി നീ കെട്ടപ്പെടണ്ട. നിന്റെ അടുക്കലേക്ക് കെട്ടഴിഞ്ഞ മറുപടി. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 24 to 26 നമുക്ക് വായിച്ച് കേൾക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. മർക്കോസ് ഈ ഭാഗം വിവരിക്കുന്ന സമയത്ത് വളരെ ദൈവത്തിന് സ്തോത്രം ശക്തിയേറിയ ഒരു ആത്മിക ദൂത് ഈ വാക്യത്തിനകത്തുണ്ട്. ഈ 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പം 4 കാര്യങ്ങൾ ഇവിടെ പഠിക്കാൻ കഴിയും. എന്നാൽ 3 കാര്യങ്ങൾ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ആ ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ വാക്യത്തിനകത്ത് വായിച്ച 3 വാക്യത്തിനകത്ത് കർത്താവ് പഠിപ്പിക്കുന്നൊരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ നിൽക്കാൻ. വലിയ പ്രയാസമുള്ള കാര്യമാണ് പറയുന്നത്. 2, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. 3-ാമത്തെ കാര്യം, അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും നേരം ഇതൂത് പറയുമ്പോൾ ഈ മെസ്സേജ് അവസാനിക്കും. വിശ്വാസത്തിൻ്റെ കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 23-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമുണ്ട്, വിശ്വസിച്ചുകൊണ്ട് പറയണം. 2-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമുണ്ട്, വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഇത് 3 ആശയമാണ് ഈ വാക്യത്തിലോട്ട് നിങ്ങളുടെ ചിന്തകളെയും മനസ്സുകളെയും നമുക്ക് കൊണ്ടുവരാം. ക്ഷമിക്കുക എന്ന് പറഞ്ഞ 1-ാമത്തെ സന്ദേശത്തിലേക്ക് ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറ. മത്തായി സുവിശേഷത്തിൽ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് പഠിപ്പിച്ച ഒരു ഭാഗമുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഞങ്ങളുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അപ്പം അവിടെ വായിക്കുക, നമ്മൾ നമ്മുടെ കടക്കാരോട് ക്ഷമിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ ദൈവമേ എൻ്റെ കടങ്ങളും എന്നോട് ക്ഷമിക്കണമേ. അപ്പം നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ ദൈവം നമ്മളോട് ക്ഷമിക്കത്തുള്ളെന്ന് ആ പ്രാർത്ഥനയ്ക്കകത്തെ ആശയം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് തൊട്ടേ ചോദിച്ചു, ക്ഷമിക്കുമോ എന്ന് ചോദിച്ചേ. ആരോടൊക്കെ ക്ഷമിക്കണമെന്നാണ് ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. ക്ഷമിക്കുമോ? ഇന്നെങ്കിലും ആ മസിൽ പിടിക്കുന്നതൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് ക്ഷമിക്കാൻ പഠിക്കുക. നിങ്ങൾക്കറിയോ, ഭൂമിയിൽ വിജയിച്ച മനുഷ്യൻ ആരാന്നറിയാമോ? ക്ഷമയുള്ളവനാണ്. ഭയങ്കര ക്ഷമയാണ്. ചിലർക്ക് ആപ്പാര ക്ഷമയാണ്. ചില ഭർത്താക്കന്മാരോടൊക്കെ ജീവിക്കണമെങ്കിൽ ആൻറ്റിമാർക്ക് അപാര ക്ഷമ വേണം. ചില ഭർത്താക്കന്മാർ ചില ഭാര്യമാരോട് ജീവിക്കണമെങ്കിൽ ഭയങ്കര. അതുകൊണ്ടാണ് ചിലർക്ക് ഈ വെഡിങ് ആനിവേഴ്സറിക്ക് അവാർഡ് കൊടുക്കുന്നു. ഭയങ്കര ക്ഷമ വേണം. ഞാൻ ഒരിക്കലൊരു രാജ്യത്തുനിന്ന് ദൈവോധനം പ്രസംഗിച്ചിട്ട് ഒരു എയർപോർട്ടിൽ വന്നിറങ്ങി. ഇപ്പം ലഗേജ് ഇങ്ങനെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ ഒരിക്കലൂടെ പറഞ്ഞാന്ന് എൻ്റെ ഓർമ്മ. ലഗേജ് വരാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്
ഒരു ഹസ്ബൻഡും വൈഫും വളരെ 65, 70 വയസ്സ്, 68 വയസ്സ്, 65 വയസ്സൊക്കെ ഉള്ളവരാ. അപ്പം ആൻറ്റി പറഞ്ഞു, അച്ചായ ആ പച്ച ബാഗ് നമ്മുടെയാന്ന്. നമ്മുടെ ആയി നിന്നോട് ആര് പറഞ്ഞെന്ന് പറഞ്ഞു. ഒരു ഒറ്റയടി ചെവിക്കുറ്റിക്ക് പടക്കം പൊട്ടുന്നപോലെ കേട്ടു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ ഫ്ലൈറ്റേ വന്ന ആ 100-400 പേര് ലഗേജ് വിട്ടേച്ച് ഇവരെ നോക്കി നിൽക്കുക. ഇനി ആ ആൻറ്റിയെ സമ്മതിക്കണം. ആൻറ്റി എന്ന അച്ഛൻ്റെ പുറത്ത് അച്ഛൻ്റെ ഒരു കാര്യം അത് നമ്മുടെ തന്നെ അച്ഛാന്നും പറഞ്ഞു ഓടിച്ചെന്ന് ആ ബാഗ് എടുത്ത് അച്ഛൻ്റെ കൈക്ക് പിടിച്ചോണ്ട് പോവുക. ആ സ്ത്രീക്ക് അവാർഡ് കൊടുക്കണ്ടേ? അത്രയും 600 പേര് കൂടി നിൽക്കേ. ഭർത്താക്കന്മാർക്ക് അടിക്കാനുള്ള ലൈസൻസ് ഒന്നുമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പം ഭയങ്കര ക്ഷമ വേണം. നിന്റെ വീട് സ്വർഗമാകും നിനക്ക് ക്ഷമയുണ്ട്. ക്ഷമയുടെ വാക്ക് എഴുതി വെച്ചാൽ പറ്റത്തില്ല. കർത്താവേ ക്ഷമിക്കാൻ കൃപ തരണേ എന്ന് സന്ധ്യാപ്രാർത്ഥനയിലും പ്രഭാത പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല. ക്ഷമിക്കാൻ പഠിക്കണം. ഒരുവൻ്റെ ലൈഫിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ക്ഷമയില്ലാതിരിക്കുമ്പോഴാണ്. ഇനി നമ്മൾ എങ്ങനെ ക്ഷമിക്കണമെന്നൊക്കെയാണ് സ്തോത്രം അപ്പം ഈ പഠിക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് ആ ദൂതിലോട്ട് വരാൻ പോവുക. എഫെസ്യ ലേഖനം എന്നെടുത്ത് 4-ാം അധ്യായത്തിലെ 32-ാമത്തെ വാക്യത്തിൽ ക്ഷമയെക്കുറിച്ച് ധന്യനായ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്ന ഒരു വചനത്തിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. നിങ്ങളിങ്ങനെ ഫ്രീ ആയിട്ടൊന്നും ക്ഷമിക്കണ്ടേ. നമ്മുടെ എന്തുമാത്രം തെറ്റുകളെ കർത്താവ് ക്ഷമിച്ചോ. എന്നിട്ട് നിനക്കെന്താ അടുത്തിരിക്കുന്ന ആളോട് ക്ഷമിക്കാൻ പറ്റാതെ? എനിക്ക് ഇപ്പം ചിലരുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഒരു മെയിലൊക്കെ അയച്ചിട്ട് പ്രിൻ്റ് വരുമ്പം അതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നത് പോലെ ചിലരുടെ മനസ്സിൽ ഇങ്ങോട്ട് 1 2 3 4 5 6 കുറേ പേരോട് ക്ഷമിക്കാൻ കിടക്കുക. ഇന്ന് യോഗം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ പോയി നിരപ്പ് പ്രാപിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഇരുന്ന് ക്ഷമിക്കണം. ക്ഷമിച്ചതിനർത്ഥം എന്തുവാ? ചില ആൾക്കാർ പറയും ഞാൻ ക്ഷമിക്കും, പക്ഷെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഇനി ആരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാ ഇവിടെ വായിക്കുക. പൗലോസ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. അപ്പം നിങ്ങളുടെ എത്ര വലിയ തെറ്റ് ദൈവം ക്ഷമിച്ചു. അപ്പം ഞാനൊരു കാര്യം പറയാം. നമ്മുടെ തെറ്റ് ദൈവം ക്ഷമിച്ചോ? നിന്നോടൊരാൾ തെറ്റ് ചെയ്താൽ നീ ക്ഷമിക്കുമോ? ക്ഷമിക്കണം. ഞാൻ ഒരു ദിവസം സ്തോത്രം ചങ്ങനാശ്ശേരി ബൈപ്പാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം, ഞാൻ യോഗത്തിന് വരുമല്ല, ഇങ്ങോട്ട് വരുമ്പം റോഡ് ബ്ലോക്കായി നിൽക്കുന്നു. അപ്പം ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ ഒരച്ചായന് സ്തോത്രം എനിക്കൊന്നത് ഗുഡ് ഫ്രൈഡേയോ അങ്ങനെ ഒരു വിശേഷ ദിവസമാണ്, പള്ളിയിൽ പോകേണ്ട ദിവസമാണ്. പള്ളി പോയിട്ട് വരുമ്പം പുള്ളികളെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ കയറ്റി വിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരനുമായിട്ട് വഴിയിലിറങ്ങി വണ്ടി ക്ലോസ് ഇട്ട് ഇറങ്ങി നിന്നു. അവനെ ഇങ്ങനെ ആക്രോശിക്കും. അവൻ കുറേ നേരമൊക്കെ കേട്ടിരുന്നു. അപ്പം അതിൻ്റെ 2 വണ്ടി പുറകിലാണ് ഞാൻ. സ്തോത്രം. ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഇവർ തമ്മിൽ മൽപ്പിടുത്തമായി. നല്ല സിൽക്ക് മുണ്ടുമൊക്കെ ഉടുത്തിരിക്കുന്ന ആ മനുഷ്യൻ്റെ മുണ്ടെല്ലാം ഊരി താഴെ വീണ് ഭയങ്കര ബഹളം. ഞങ്ങൾ എന്ന് കൈകൂപ്പി എൻ്റെ പൊന്നച്ച വണ്ടിയെ കയറി വീട്ടിൽ പോവച്ച, അല്ല ഇവനെ തീർത്തിട്ടേ പോകത്തുള്ളൂ. ഞാൻ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നാ എൻ്റെ അപ്പൻ്റെ പ്രായമുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു പരുവത്തിന് നിൽക്കുന്നത്. ഇല്ലേ ഞാൻ സ്തോത്രം അവന് ജാക്കിയൊക്കെ എടുക്കുന്നേ കണ്ടു. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. അമ്മി അപാര ക്ഷമ വേണം. ഈ ക്ഷമയുടെ ഏറ്റവും വലിയ ട്രെയിനിങ് എവിടെയാണെന്നറിയാം? വീട്ടിലാണ്. വീട്ടിൽ ക്ഷമിക്കാത്തവൻ നാട്ടിൽ ക്ഷമിക്കത്തില്ല. നാട്ടിൽ ക്ഷമിക്കാത്തവൻ പള്ളിയിൽ ഒട്ടും ക്ഷമിക്കുകയില്ല. ഉണ്ടെന്നില്ലല്ലോ. അപ്പം ക്ഷമയുടെ ഏറ്റവും വലിയ ഈ ഭയങ്കര കോപിഷ്ഠനായിരുന്നു. പുള്ളി കൽപ്പലക വരെ എറിഞ്ഞു പൊട്ടിച്ചോളയും. അത്ര ദേഷ്യമോ പുള്ളിക്ക്. ചട്ടുപരത്തിൽ ഈ സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് അലൂമിനിയ പാത്രം പെട്ടെന്ന് ചൂടാവും, പക്ഷേ 2 മിനിറ്റ് കൊണ്ട് ആറുകയും ചെയ്യും. സ്ത്രീ ചെമ്പുപാത്രം ചൂടാകത്തില്ല, ആയാൽ അതൊരു 1.5 ചൂടാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. അപ്പം ഭയങ്കര ക്ഷമ നമുക്ക് വേണം. അടുത്തിരിക്കുന്ന ആൾ നമുക്ക് ഭയങ്കര ക്ഷമ വേണമെന്ന് പറയാം. ഇനി ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു കാര്യം കൂടെ പറയാം. എല്ലാ ആൾക്കാർക്കും ഈ ഭർത്താക്കന്മാർക്ക് ഒരു പൊതുവെ ഒരു ജാടയുണ്ട്. കല്യാണം കഴിച്ച പട്ടാളത്തിൽ ചേർന്നെന്ന അങ്ങനല്ല.
നിങ്ങളെ വിശ്വസിച്ച് ഇപ്പം നാളെ ഒരു കുഞ്ഞിൻ്റെ കല്യാണം കൂടെ നടക്കാൻ പോവാം. നോക്കിയേ, സ്തോത്രം. നിങ്ങളെ വിശ്വസിച്ചൊരു പെങ്കൊച്ചിറങ്ങി വന്നാൽ ആ പെങ്കൊച്ചിന് നിങ്ങളേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ചിലപ്പം ദേഷ്യം വരും. ആ ദേഷ്യം പിന്നെ അപ്പുറത്തെ രമണിയോട് തീർക്കാൻ പറ്റത്തില്ല, നിങ്ങളോടേ പറയത്തുള്ളൂ. അന്നേരം ഒരു 2 മിനിറ്റ് സഹിഷ്ണുത വന്ന് ആ ദേഷ്യം അങ്ങ് കേൾക്കണം. തിരിച്ച് ഭാര്യയോടും പറയുക, അച്ചായൻ പുറത്ത്. ഈ ചില സ്ത്രീകൾ കണ്ടിട്ടില്ലയോ, ഭയങ്കരമായിട്ട് സ്വാന്തനപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട്. ഭർത്താവ് റോഡിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞു, ഇതാണ്ട് അവിടെ നിന്നപ്പോൾ ആ ബാവു ഉണ്ടല്ലോ എന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. അപ്പം നല്ല സ്ത്രീകൾ പറയും, പോട്ടച്ച വിവരമില്ലാത്തവനായണ്ട് പറഞ്ഞെന്നും പറഞ്ഞു. അച്ചാന് അതിൻ്റെ ഒന്നും പുറകെ നടക്കുക. അച്ഛന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അച്ഛന് ഇഷ്ടമുള്ള കറിയും തോരനുമൊക്കെ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, സാന്ത്വനപ്പെടുത്തുക. ചില സ്ത്രീകൾ വന്നോടെ ചീത്ത വിളിച്ചോ, നിങ്ങൾ പുരുഷനാന്ന് വിചാരിച്ചാൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചു. ഞാൻ കുരിശുമൂട്ടി കുടുംബത്തിൽ പിറന്നതാ. എൻ്റെ അപ്പന് മാനക്കേടുണ്ടാക്കരുത്. അവന് 2 എണ്ണം കൊടുക്കാതെ ഇവിടെ കയറിയാൽ നമ്മൾ പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് കാര്യമൊന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയരുത്. സേരസിനെ പോലെ ഇച്ചിരി കുഴപ്പമുള്ള ഹാമാനെ 100 ഡിഗ്രിയെ മൂപ്പിച്ച് കഴുകുമരത്തിൻ്റെ അടുക്ക വരെ കൊണ്ടുവച്ച് പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാൻ അന്നേരെ പറഞ്ഞ ഇവൻ യഹൂദനാ, ഇവനിട്ട് കളിക്കുന്ന സൂക്ഷിച്ചു വേണം. ഇവനിട്ട് അങ്ങോട്ട് മിസൈൽ വെച്ചാൽ തിരിച്ച് മിസൈൽ നിനക്ക് വരും. അതുകൊണ്ട് ഇവനോട് കളിക്കാൻ പോകല്ലെന്ന് പിന്നല്ല പറയേണ്ടിയേ, തുടക്കത്തിലേ പറയണം. ഇങ്ങോട്ട് ഞാൻ വലിയൊരു കാര്യത്തിലോട്ട് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. അപ്പം എങ്ങനെ ക്ഷമിക്കണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടോ ഇന്ന് കൈ അടിച്ചില്ലെങ്കിലും വേണ്ടുകയല്ല, എന്നും അങ്ങ് അടിച്ചാൽ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിയും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കണം. എനിക്കൊരു വെളിപ്പാട് ദൈവം തന്നുകൊണ്ട്, ക്ഷമിച്ചാൽ ഇന്ന് പലതിനും വിടുതല. നീ ഇവിടെ ക്ഷമിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ വിഷയം പരിഹരിക്കപ്പെട്ടത് കാണാം. ഞാൻ ആ ദൂതിലോട്ട് ഇച്ചിരുടെ ഗഹനമായിട്ട് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാം. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തിയ ഒരു ഭാഗം കൂടെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കൊലോഷ്യൻ ചാപ്റ്റർ 3 3-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കണം. ലൂയിസ് ഫിലിപ്പിന്റെ ഉടുപ്പിട്ടില്ലെങ്കിലും, കാഞ്ചീപുരം ബനാറസ് പട്ട് ഉടുത്തില്ലെങ്കിലും, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. ക്ഷമിക്കേണ്ട ഒന്നാമത്തെ കാര്യം, വഴക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുവനോടൊരുവൻ വഴക്കുണ്ടാക്കിയാൽ തമ്മിൽ ക്ഷമിക്കണം. അടുത്തിരിക്കുന്നതൊന്ന് കൈ കൊടുത്തവരെ വല്ലവരും വഴക്കുണ്ടാക്കിയെങ്കിൽ തമ്മിൽ ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വഴക്കുണ്ടാകാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ ആര് വഴക്കുണ്ടാക്കിയാലും നമ്മൾ അവരെ വഴക്കുണ്ടാക്കാതിരിക്കുക. ഈ ബൈബിൾ ഈ വഴക്കിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന കാര്യം, എന്നോട് ദൈവാത്മ പറയുന്ന ചില അതിരി തർക്കങ്ങളെ ക്ഷമിക്കണം. ചിലർ നിന്നോട് വഴക്കുണ്ടാക്കി നിന്നെ ദ്രോഹിച്ചതെല്ലാം ക്ഷമിക്കണം. പറ്റുമോ? അവിടോട്ടാണ് സന്ദേശം വരാൻ പോകുന്നത്. ഈ സദൃശവാക്യത്തിലെ ചില വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഈ വഴക്കിനെ കുറിച്ച് ചില മർമ്മങ്ങൾ ജ്ഞാനിയായ ശലോമോൻ കുറിച്ചിട്ടുണ്ട്. പറയുന്ന വാക്യങ്ങൾ മാത്രമേ വായിക്കാവൂ. അതിന് മുകളിൽ താഴെ വായിക്കാൻ പോയാൽ ദൂത് വേറെ വഴിക്ക് പോകും. അതുകൊണ്ടാണ് സദൃശ്യവാക്യം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആദ്യത്തെ വാക്യം വഴക്കിനെ കുറിച്ചാണ്. വഴക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് വായിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. സദൃശ്യവാക്യം 10:12. പക വഴക്കുകൾക്ക് കാരണമാകും. അപ്പൊ പക ഒരുത്തനുണ്ടെങ്കിൽ അതാണ് ഈ വഴക്കുകൾക്ക് കാരണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറ, പക ഉണ്ടാകല്ലെന്ന് പറ. ദൈവത്തിന് സ്തോത്രം. ഭയങ്കര പാടാണ്. ദൈവത്തിന് സ്തോത്രം. അഭിഷേകം എത്ര വേണേലും വർദ്ധിച്ചോ ഒരു കുഴപ്പമില്ല. പക്ഷെ പക ഉണ്ടാകാൻ, അപ്പോൾ വഴക്കുണ്ടാകുന്നത് എവിടുന്നാണ്? പകയിലാണ്. ദൈവത്തിന് സ്തോത്രം. 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, സദൃശ്യവാക്യം.
അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്. ആ, അവൻ എല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് എല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കും. അപ്പൊ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതിന് എന്തോ ചെയ്തോളൂ, ഒരു കാര്യവും വേണ്ട. സ്തോത്രം. നിന്നോട് ചുമ്മാ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മളെ നിത്യമായിട്ട് എന്നോടൊക്കെ സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ച് വഴക്കുണ്ടാകാം. ചിലരൊക്കെ ചോദിക്കും, എന്താ പ്രതികരിക്കാത്ത? സൗകര്യമില്ലടാവേ. വഴക്കുണ്ടാക്കിയ ആളോട് നമ്മളങ്ങ് ക്ഷമിച്ചു, ഞാനങ്ങ് ക്ഷമിച്ചു. ഇപ്പോൾ ചില ചോദിക്കും, നിൻ്റെ ക്ഷമ ആർക്ക് വേണം? ക്ഷമ നിനക്ക് വേണ്ട, പക്ഷേ എൻ്റെ ദൈവത്തിന് മുമ്പ് ക്ഷമിച്ചിരിക്കുക. ഒരാമയും വരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊന്ന് ക്ഷമിച്ചു നോക്കാം, അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാം. അടുത്തൊരു വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കട്ടെ. സദൃശവാക്യം 28-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 28-25. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കും. അപ്പം അടുത്ത വഴക്കാളി ആരാ? അപ്പൊ പകയുള്ളവൻ വഴക്കുണ്ടാക്കും, ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നവൻ വഴക്കുണ്ടാക്കും, അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കും. ഒരാളുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം, അത് പ്രധാന കാര്യമാണ്. 29-22 സദൃശവാക്യം. കോപമുള്ളവൻ വഴക്കുണ്ടാക്കും. അപ്പം നിങ്ങൾ ഞാൻ വഴക്കുണ്ടാക്കുന്ന 4 പേരുടെ കാര്യം പറഞ്ഞു. ഒന്ന്, പക ഉള്ളവൻ വഴക്കുണ്ടാക്കും, ദോഷമുള്ളവൻ വഴക്കുണ്ടാക്കും, അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കും. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ, ഈ സ്വഭാവം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചേ. ചിരിച്ചോണ്ട്, ഈ സ്വഭാവം വല്ലോ ഉണ്ടോ ഇല്ലയോ? കുറച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത്. ഇനി വഴക്ക് നിർത്താൻ താല്പര്യമുണ്ടോ? അതിന് വാക്യമുണ്ട്. 26-ാം അധ്യായം 20-ാമത്തെ വാക്യം. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വാക്യം പഠിച്ചില്ലെങ്കിലും ഈ വാക്യം പഠിക്കണം. പ്രൊവേഴ്സ് ചാപ്റ്റർ 26:20. നുണയനില്ലാഞ്ഞാൽ വഴക്കില്ലാതെ, അതിന്റെ മുകളിലുണ്ട് വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോകും. നുണയനില്ലാഞ്ഞാൽ വഴക്കില്ലാതെ. അപ്പൊ നുണയന്മാരില്ലെങ്കിൽ ഈ സഭയെ ഉണ്ടാകാത്ത എന്നാന്ന് വെച്ചാൽ ഇവിടെ നുണയന്മാരില്ല. നിങ്ങൾ ഇത്രയും നാളിനിടെ ഒരിക്കലെങ്കിലും ജീസസ് വോയിസ് വഴക്ക് കേട്ടിട്ടുണ്ടോ? അതെന്നാ? നുണയന്മാരും നുണ പറയുമ്പോഴേ നുണയന്മാരെ പുറത്താക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. നുണയില്ലാഞ്ഞാൽ സ്തോത്രം. അപ്പം ഈ കുഴപ്പങ്ങളല്ല. അപ്പം വഴക്കില്ലാതാകണമെങ്കിൽ നുണയില്ലാതാകണം. ഞാൻ അത്രയും പറഞ്ഞ് മുമ്പോട്ട് പോവുക. പക്ഷേ ബൈബിൾ പറയുക, വഴക്ക് ഉണ്ടാക്കിയാൽ നീ അവനോട് ക്ഷമിക്കണം. നിന്നോട് നമ്മൾ വഴക്കുണ്ടാക്കുകയും ചെയ്യരുത്. നമ്മളോട് ആര് വഴക്കുണ്ടാക്കിയാലും നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ അങ്ങോട്ട് വരത്തില്ല, പക്ഷേ ഞാൻ ക്ഷമിച്ചു. അല്ല, ക്ഷമിച്ചെങ്കിൽ പോകണം. വലിയ പാടാ. ഈ നമ്മളെയൊക്കെ നിന്ദിക്കുന്നവരുടെ മുമ്പിലൊക്കെ നമ്മൾ പോയിട്ട് ഇരുന്ന് അവരുടെ വീട്ടിലെ ചായയൊക്കെ കുടിക്കുമ്പം സഹോദരം വലിയ പാടാ. പക്ഷേ യഥാർത്ഥമായിട്ട് ക്ഷമിച്ചാൽ അവിടെ പോകാം, ഒന്നിച്ചിരിക്കാം, ഒന്നിച്ച് കഴിക്കാം. സ്തോത്രം. നിന്നെ ഏറ്റവും കൂടുതൽ നിന്നോട് വഴക്കുണ്ടാക്കിയ ആൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം. പറ്റുമോ? വലിയ പാടാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ നിനക്ക് വലിയ അനുഗ്രഹം ഉണ്ടാകുമെന്നാ ബൈബിൾ. നിന്നെ ദൈവത്തിൽ. അപ്പോൾ ഒന്നാമത് വഴക്കുണ്ടാക്കുന്നവരോട് ഇനി ഒരു ദൂതുള്ള പറയാം. വഴക്കുണ്ടാക്കുക അങ്ങനെ ക്ഷമിച്ചാൽ ഉണ്ടാകുന്നൊരു വിടുതൽ യെശയ്യാ പ്രവചനത്തിലുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാം. 54-ാം അധ്യായം 15-ാം വാക്യം. എനിക്ക് പറഞ്ഞു പോകുന്ന വാക്യങ്ങളായി ഇതെല്ലാം ഞാൻ വായിപ്പിക്കുന്നതിന് വെച്ചാൽ ഈ ദൂതിലോട്ട് വരാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുത്തൻ നിന്നോട് കലശൽ കൂട്ടുന്നെങ്കിൽ അതെന്റെ ഹിതപ്രകാരമല്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നെങ്കിൽ അതെന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ, ക്ഷമിച്ച നിന്നോട് ആരെങ്കിലും കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. 2 വാക്യം 17-ാം വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. നീ ഒരു കാര്യം ക്ഷമിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിന് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത് ദൈവമാണ്. എനിക്കെന്തോ ദൈവാത്മാവ് സന്ദേശം തരിക. ക്ഷമിക്കുവാനുള്ള മനസ്സ്, ക്ഷമിക്കുവാനുള്ള ഹൃദയം നിനക്കുണ്ടെങ്കിൽ ഭയങ്കര കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവാ. അപ്പോൾ ഒന്ന്, നിന്നോട് വഴക്കുണ്ടാക്കുന്നവരോട് ക്ഷമിക്കണം. ചെല്ലു പറയാം, എൻ്റെ പാസ്റ്ററെ സ്തോത്രം, എനിക്ക് 10-20 കല്യാണങ്ങളോട് വന്നതാ. സ്തോത്രം. എത്രയോ നല്ലവർ വന്നാ, കമ്പനിയുള്ളവർ വന്നതാ. സ്തോത്രം. കുവൈറ്റിലുള്ളവർ വന്നതാ, ഇറാഖിലുള്ളവർ വന്നതാ, അമേരിക്കക്കാർ വന്നതാ. സ്തോത്രം. കണ്ട സായിപ്പിനെ പോലെ ഇരിക്കുന്നവരൊക്കെ വന്നതാണ്. എന്തോ പറയാനാ ബ്രദറെ, എൻ്റെ കഷ്ടകാലത്തിന് വന്ന് ഈ പുള്ളിയെ കെട്ടിയതാ.
സ്തോത്രം. വഴക്കോട് വഴക്ക, ആരോടിത് പറയാനെന്നൊക്കെ എന്നോട് പരാതി പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ തുറന്ന് പറയാം കേട്ടോ, നിങ്ങൾക്ക് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാന്ന് തോന്നും, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയാന്ന് തോന്നും. ഈയിടെ സ്തോത്രം 5 കല്യാണം കഴിച്ചൊരു ഡോക്ടർ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. 5 കല്യാണം. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, സ്തോത്രം പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് ഞാൻ 5 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ ഇന്ന് വരെ 5 കല്യാണം കഴിച്ച ഒരാളോട് ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് മിണ്ടുക. ഞാൻ ഡോക്ടറോട്, ഡോക്ടറെ എങ്ങനെയുണ്ട്? പാസ്റ്ററെ ആദ്യത്തെ തന്നെയായിരുന്നു നല്ലേ. മിണ്ടുന്നില്ല. അപ്പോൾ എന്താ ഇവിടെ പറയാൻ പോകുന്ന സന്ദേശം ഞാൻ നിങ്ങളോട് പറയുക, ദൈവം നിന്നെ തെറ്റിയൊന്നും ചേർത്തതല്ല, കൃത്യമായിട്ട് ചേർത്തതാ. സ്വത്രം നോക്കി, മോശ ഭയങ്കര കോപിഷ്ഠനാണ്. മോശ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. പക്ഷേ മോശ അതിനെക്കാട്ടി ഇരട്ടി ദേഷ്യമുള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. മോശ ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നതുണ്ടോ? ഒതുങ്ങാത്ത അച്ചായന്മാരൊക്കെ ഒതുങ്ങിയിരുന്നു സ്വത്രം പറയുന്നത് കേട്ടോ. ഒതുങ്ങാത്ത ആൻറ്റിമാരൊക്കെ, ഇവളെയൊക്കെ ആരൊതുക്കുമെന്ന് അപ്പനും അമ്മയും ചോദിച്ചു. എപ്പം കണ്ടില്ല ഒതുങ്ങിയിരുന്നു സ്വത്രം പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ കല്യാണം കഴിക്കുന്നതിന് നമ്മളൊക്കെ ചിന്തിച്ചില്ലയോ? സ്തോത്രം. ഈയിടെ 45 വയസ്സുള്ള ഒരു പുള്ളിക്കാരനുമായിട്ട് ഞാൻ ഇന്നലെ മിണ്ടി. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് കല്യാണം കഴിച്ചാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കാണും. ഒരാളെ കൂടെ ആ പുള്ളിക്ക് പിടിക്കാതിരിക്കുക. അപ്പം ഒരാളെ കൂടെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഒരാൾ വിവാഹം കഴിക്കുന്ന ഓർത്തോണം, അവൻ്റെ ലൈഫ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുക. അപ്പം കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, 100% ഹബി പെർഫെക്റ്റായ ഒരാളെ കൊണ്ടല്ല കെട്ടിക്കുന്നത്, 80 ഉള്ളൂ. സ്തോത്രം. സിനിമയിലോ സീരിയലിലോ ഒക്കെ ആരാണ്ടര കഥ കേട്ടേച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിനകത്ത് വായിച്ച കഥ വെച്ചോണ്ട് അത് ഫാമിലി ലൈഫാണെന്ന് ചിന്തിക്കരുത്. അങ്ങനെയല്ല ലൈഫ്. ദൈവത്തിന് സ്തോത്രം. ഈ കല്യാണം കഴിച്ച ഏതൊതുങ്ങാത്തവനും ഒതുങ്ങും. ഒതുങ്ങിയില്ല ഓർത്തോണം, അവൻ്റെ ലൈഫ് തീർന്നു. സ്തോത്രം. സ്തോത്രമൊക്കെ പോയോ? സഭയിൽ തന്നെ അതല്ലേ ഞാൻ പ്രസംഗിക്കുന്നത്. ഇനി ഇച്ചിരി ഗഹനമായിട്ട് വരാം. അപ്പം ഒരാൾ വഴക്കുണ്ടാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ക്ഷമിക്കുമോ? അതിലൊക്കെ വഴക്കുണ്ടാക്കിയാൽ ക്ഷമിക്കുമോ? ഇന്ന് നിൻ്റെ കരിയാപ്പല ഇച്ചിരി അപ്പുറത്ത് കൊടുക്കുമോ? മിണ്ടുന്നില്ലല്ലോ. അപ്പുറത്ത് വെക്കുന്ന പായസം ഇപ്പുറത്ത് കൊണ്ടുവന്ന വാഷ് ബേസിന് കൂടെ ഒഴുക്കി കളയുമോ? മിണ്ടുന്നില്ല. നമുക്കന്ന് അപ്പുറത്ത് ഭയങ്കരമായിട്ട് നല്ല അരിപ്പായസം വെച്ച് വൈകിട്ടൊരു കവർ ഒരു പാത്രം നിറച്ച് പായസം കൊണ്ട് തന്നു. ഇരിക്കട്ടെ, അച്ഛനും ചാക്കോച്ചാനും അമ്മാമ്മയ്ക്കും പിള്ളേർക്കുമുള്ള പായസം. ഇവരെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അത് വാഷ് ബേസിനകത്തോട്ട് സിങ്കിനകത്തോട്ട് ഒഴിച്ചേച്ച് ആ പൈപ്പ് തുറന്ന് വിട്ടേച്ച് പറഞ്ഞു, ഓ എന്തോ ടേസ്റ്റായിരുന്നു. അന്നേരം പാത്രം വായിക്കാൻ വന്ന അച്ഛൻ പറഞ്ഞു, ഒരു ചെറിയ പുളിപ്പുണ്ടായിരുന്നു, നിങ്ങൾ വല്ലതും പറയുമെന്നാണ് വിചാരിച്ച, ടേസ്റ്റാന്ന് അതൊരു സന്തോഷമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നമുക്കതൊക്കെ പേടിയാണ്. ഈ ചർച്ചിനകത്ത് ഞാൻ അവിടെ സ്തോത്രം പേഴ്സണൽ പ്രയറിനകത്ത് ഇരിക്കുമ്പം സ്തോത്രം ഒരു ആൻറ്റി എൻ്റെ അടുക്ക വന്നു. ഞാൻ ഒരിക്കലും ചർച്ചിൽ പറഞ്ഞതാണ്. ആ ആൻറ്റിയുടെ ബന്ധുക്ക വീട്ടിൽ നിന്ന് സ്തോത്രം വീട് കാണാൻ വന്നപ്പോൾ ഒരു സാരി കൊണ്ട് കൊടുത്തു. അപ്പോൾ മോള് വിളിച്ചു പറഞ്ഞു, മമ്മി കൊണ്ടുവന്നേക്കുന്ന സാരിക്കകത്ത് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് മമ്മി ഒരു കാരണവശാലും ആ സാരി ഉടുക്കാൻ പാടില്ല. അവർ 10-14,000 രൂപ കൊടുത്ത് ഒരു അടിപൊളി ഒരു സാരി കൊണ്ടുവന്ന് ഇത് എൻ്റെ മേശപ്പുറത്തെടുത്ത് വെച്ചേക്കുക. എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഇതൊന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞോട്. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ആൻറ്റി ഉടുക്കണ്ട. കാര്യം 3 നമ്പർ മുമ്പ് ഒരു ആൻറ്റി എന്നെ വന്ന് കണ്ടായിരുന്നു, മാറി ഉടുക്കാൻ ഒരു സാരി ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആളെ വിട്ട് ആൻറ്റിയെ വിളിപ്പിച്ചു, എന്തേട്ടെ ഈ ആൻറ്റിക്ക് സാരി തരുവാന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരത്തി ആ സാരി ഇങ്ങനെ പുതച്ചോണ്ട് യോഗത്തിനിരുന്നു, ഓയിസ്റ്ററി വെച്ച. അതിൻ്റെ കാരണം അറിയോ? അവർ ഇന്ന് വരെ 14,000 രൂപയുടെ സാരി കൊടുത്തിട്ടില്ല. സ്തോത്രം. ആ സ്ത്രീ സ്തോത്രം ഇപ്പോൾ ഏതോ ഒരു രാജ്യത്ത് ആരുടെയോ ഒരു വീട്ടിൽ സഹായത്തിന് ജോലിക്ക് നിൽക്കുക. സ്തോത്രം. ഇന്നാളി പറഞ്ഞു, ആ സാരി കിട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ല കാലം അങ്ങ് തുടങ്ങി. നമുക്ക് മനസ്സിലായോ? നമുക്ക് നാട്ടുകാരെ പേടിയാ, ഹിന്ദുവിനെ പേടിയാ, മുസൽമാനെ പേടിയാ, ക്രിസ്ത്യാനിയെ പേടിയാ, പള്ളിക്കാരനെ പേടിയാ, പ്രാർത്ഥിക്കുന്നവനെ പേടിയാ, കുരിശുമൂട്ടി പോകുന്നവനെ പേടിയാ, സകലരെയും പേടിച്ച് സ്തോത്രം. ഞാൻ ഒരു പാസ്റ്ററും കൂടെ ഒരു സ്ഥലത്ത് സ്തോത്രം ഹോട്ടലിൽ കഴിക്കാനായിട്ടിരുന്നു. ഞങ്ങൾ ഓപ്പോസിറ്റ് ചെയ്യുന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളി അവിടെ കൊണ്ടുവച്ച വെള്ളത്തിനകത്തോട്ട് വിരലിട്ടിട്ട് സ്തോത്രം ശുദ്ധീകരിക്കപ്പെടട്ടെ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി പാസ്റ്ററെ? അല്ല, വെള്ളത്തിനകത്തൂടെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു, എന്നാൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കുപ്പി വെള്ളം കൂടെ കൊണ്ടുപോകണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ.
തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം, മനുഷ്യനെ പേടിക്കാതെ. മനുഷ്യർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ഒരു ശക്തികളും നിന്നെ തൊടത്തില്ല. തിരിച്ചറിയാം, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ വലുതെന്ന് തിരിച്ചറിയ. നിങ്ങൾക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് നമുക്ക് ദൂതിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. അപ്പം വഴക്കുണ്ടായാൽ ക്ഷമിക്കണം. ഒരുത്തൻ നിന്നോട് കലശൽ കൂടിയാൽ അതെൻ്റെ ഹിതപ്രകാരമല്ല. നീ അവനോട് ക്ഷമിക്കുന്നെങ്കിൽ അടുത്ത വാക്ക നിന്റെ നിമിത്തം അവൻ വീഴും. രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് ഇനി കമ്പിവാചകത്തിൽ പറഞ്ഞ് ദൂതിലോട്ട് നമ്മൾ വരാൻ പോവുക. ഇന്ന് പറയാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. അതാണ് മെയിൻ മെസ്സേജ്. പക്ഷേ ക്ഷമ പറഞ്ഞാലേ അത് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് സ്തോത്രം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ക്ഷമിക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശു. ഞാൻ ചുമ്മാ ചോദിക്കുക, നമ്മളെ ഒരാൾ ഉപദ്രവിച്ചാൽ ക്ഷമിക്കുമോ? എൻ്റെ മുഖത്ത് നോക്കി ക്ഷമിക്കുമോ? ക്ഷമിക്കുമോ? ഈ സ്വർഗത്തിൽ മൗനത ഉണ്ടായെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. ക്ഷമിക്കുമോ? ഇല്ല. പക്ഷെ ക്ഷമിക്കണം. കർത്താവ് മത്തായി സുവിശേഷത്തിൽ പഠിപ്പിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വേറെ അർത്ഥത്തിലാണ്. കർത്താവ്, എന്നെ ഉപദ്രവിച്ചവൻ്റെ വീട്ടിൽ ഇന്ന് രാത്രി ഒരു ഇടി വെട്ടിയിട്ട് എൻ്റെ ദൈവം ആരാണെന്ന്. നിന്നെ ഉപദ്രവിച്ചവൻ്റെ വീട്ടിൽ ആംബുലൻസ് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. ഓ, അങ്ങനെ ഇരിക്കും കളിച്ചാൽ. അങ്ങനെയൊക്കെ ദൈവം ചെയ്യുമായിരുന്നെ കേരളം എന്നേ കത്തിപ്പോത്തില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൽ കേരളം എന്നേ കത്തിപ്പോകത്തില്ലായിരുന്നു. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും നമ്മെ ദ്രോഹിക്കുന്നവരെ ദൈവം ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പോൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കണം. ഇപ്പം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കണം. ഒരു ചോദ്യമാണ് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? ഉണ്ടേ ഒന്ന് കൈ ഉയർത്തി പിടിക്കാമോ? ഞാൻ കൈ ഉയർത്തി. എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ആൾക്കാർ. എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ഞാനാ ഒന്നാമത്. നിങ്ങളെ ആരെങ്കിലും ശാരീരികമായിട്ട് ആരും ഇടിക്കുന്നൊന്നുമല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നു, നിങ്ങളെ ദ്രോഹിക്കുന്നു, ഉപദ്രവിക്കുന്ന അവർ ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. എന്നോട് ദൈവം പറയുക, നിങ്ങൾ അവരോടങ്ങ് ക്ഷമിച്ചാൽ നമ്മുടെ പ്രശ്നം തീരും. നിങ്ങൾ അവരോടങ്ങ് ക്ഷമിച്ചാരെ. ഹല്ലേലൂയ. ഇനിയും വചന വെളിപ്പാടിലോട്ട് വരിക. എങ്ങനെ ക്ഷമിക്കണമെന്നാണ് പത്രോസ് ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണമെന്ന് ചോദിച്ചു. എന്തുവാ? എത്ര? നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണ് ആ വചനം കിടക്കുന്നത്. മാത്യു ചാപ്റ്റർ 18:21. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്നു. കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? എത്ര വട്ടം ക്ഷമിക്കണമെന്ന് ചോദിച്ചു. 7 വട്ടം മതിയോ? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70. അതിന്റെ അർത്ഥം എന്തുവാ? നീ ചാകുന്നളം വരെ ക്ഷമിച്ചോണമെന്നാ. ക്ഷമയുണ്ട്, നീ വിജയിച്ചെന്ന. എന്നോട് ദൈവാത്മാവ് ഇന്ന് രാത്രി പറഞ്ഞ്, ക്ഷമിച്ചാൽ നിനക്ക് വിജയമുണ്ട്. ഇനി എങ്ങനെ ക്ഷമിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ദൈവത്തിന് സ്തോത്രം. 18-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം വായിച്ചാൽ എങ്ങനെ ക്ഷമിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ. ഹൃദയപൂർവ്വം ക്ഷമിക്കണം. എങ്ങനെ ക്ഷമിക്കണം? ഹൃദയപൂർവ്വം. വലിയ പാടാണ്. എങ്ങനെ ശരിക്കും ക്ഷമിക്കണം. അപ്പം നമ്മുടെ അകത്ത് കിടക്കുന്ന വൈരാഗ്യം പോകും, ദേഷ്യം പോകും, കോപം പോകും. എല്ലാം പോകണമെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഇനി ഞാൻ ആ ദൂതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് സ്തോത്രം വരാനായിട്ട് പോകുകയാണ്. ഇനി അടുത്ത ദൈവത്തിന് സ്തോത്രം, അടുത്ത ഭാഗത്ത് കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമ്മൾ ഇന്നൊരു ഒരു 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 അടുത്തൊരു ലെവലിലേക്ക് നമ്മുടെ വിശ്വാസ തലത്തെ കൊണ്ടുപോകാൻ പോവുക. ഒരാമീൻ പറഞ്ഞാട്ട് 3 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് 3 മെതലുണ്ട്. കർത്താവേ,
തരുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. അതൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, അവിടുന്ന് ദയയുണ്ടായി ഞങ്ങളുടെ കാര്യത്തിന് പരിഹാരം തരണം. അതൊരു പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ വേറൊരു വിശ്വാസതലം കർത്താവ് പഠിപ്പിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഇന്നത്തെ ആരാധന തീരുന്നതിന് മുമ്പ് നിന്റെ വിഷയത്തിന് മറുപടി ലഭിച്ചു എന്ന്. ഓ ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് ചില മറുപടിയെ തൊടാൻ പോവാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ലൈഫിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. സ്തോത്രം. അടുത്തിരിക്കുന്ന ആക്കൾ ഒന്ന് കൈ കൊടുത്തേച്ച് പറ, അമ്മ ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറ. സ്തോത്രം. നിങ്ങൾ എന്നെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങളെ അലട്ടുന്ന ആ പ്രശ്നം, ഇത് രോഗസൗഖ്യം മാത്രമല്ല, ഏതു കാര്യവും. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് സ്തോത്രം, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. അപ്പം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താ വേണം? വിശ്വാസം വേണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. സ്തോത്രം. ഇന്നലെ രാത്രി നിന്നെ അലട്ടിയ പ്രശ്നം, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിന്നെ അലട്ടുന്ന വിഷയത്തിന് ദൈവം ഉത്തരം തന്നു എന്ന് മനസ്സിലായി തുടങ്ങിയോ? നാളെ നീ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നത്തിന് ഉത്തരം തന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച ഇവിടെ വരുന്നതിന് മുമ്പ് ആ മറുപടി പിടിച്ചോണ്ട് നിനക്കിവിടെ വരുവാൻ യേശു വഴിയൊരുക്കോ. മൂന്ന് ദൂതുകൾ അവിടെ ഉണ്ട്. ആ മൂന്ന് സന്ദേശങ്ങളെ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. സ്തോത്രം. വിശ്വാസത്തിൻ്റെ അളവ് നമ്മിൽ വർദ്ധിക്കണം. കർത്താവ് പഠിപ്പിച്ച മൂന്നാശയം പറഞ്ഞിട്ട് ഈ ആശയത്തിലോട്ട് വരാം. യേശു പറയുകയാണ്, ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു പറഞ്ഞ് അതിൻ്റെ ഒന്നാമത്തെ വാക്യങ്ങളിലാണ്, വായിക്കാൻ നേരം എടുക്കുന്നില്ല. നിങ്ങൾ എതിരെ ഉള്ള ഗ്രാമത്തിൽ ചെല്ലണം, അവിടെ ഒരു കഴുതയെയും കുട്ടിയെയും കെട്ടിയിട്ടുണ്ട്. നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? അഴിച്ചുകൊണ്ട് പോകണം. അഴിക്കാൻ നേരത്ത് ആരേലും വല്ലതും ചോദിച്ചാൽ നിങ്ങൾ പറയണം, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. കൂട്ടിയും പറയണ്ട, കുറച്ചും പറയണ്ട. നിന്റെ ബുദ്ധി ഇവിടെ വേണ്ട, ദൈവത്തിൻ്റെ വാക്കുമതി. ഒരാമയും വരുന്നില്ല. ഒന്നാമത്തെ ദൂത്, വിശ്വസിച്ച് പ്രവർത്തിക്കണം. കർത്താവ് പറഞ്ഞ പോലെ വിശ്വസിച്ച് പ്രവർത്തിക്കണം. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട്, നിന്റെ പ്രവർത്തന ശൈലിക്കകത്ത് കർത്താവിൻ്റെ വാക്ക് കയറണം. നിന്റെ പ്രവർത്തന മേഖലയ്ക്കകത്ത് കർത്താവിൻ്റെ വാക്ക് കയറണം. കർത്താവ് പറഞ്ഞ പോലെ നീ സ്റ്റെപ്പ് എടുത്താൽ, എത്ര പേര് ആമീൻ പറയും? ഹാലെ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാ, ആരും അഴിക്കാത്ത കെട്ടും ഇന്ന് നീ അഴിക്കും. എങ്ങനെ? കർത്താവിൻ്റെ വാക്ക് മതി. കർത്താവിൻ്റെ വാക്ക് മൂർച്ചയുള്ള കത്തി പോലെയാ. ഓ, എനിക്ക് ദൈവാത്മാവ് ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ കെട്ടഴിക്കാൻ ഒരായുധം വേണ്ട, ദൈവത്തിൻ്റെ വാക്ക് മതി. വിശ്വാസമുണ്ട്, ഒരു സ്തോത്രം ചെയ്തേ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ദൈവപ്രവൃത്തിക്ക് വേണ്ടി മാറ്റിയിട്ടേക്കുന്ന ചിലതിൻ്റെ കെട്ടഴിയാൻ സമയമായി. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കിയിട്ടേക്കുന്ന ചിലതിൻ്റെ കെട്ടഴിയാൻ സമയമായി. അത് അഴിഞ്ഞ് നിന്റെ അടുക്കലേക്ക് വരാൻ സമയമായി. ഓ, വിശ്വാസത്താൽ കാണ്. ദൈവം വാക്ക് തന്ന് വിടുക. ഓ, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഗ്ലോറി ടു ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, നിന്റെ തൊഴുത്തിൽ കെട്ടിയ മൃഗത്തെ നിന്റെ അനുവാദമില്ലാതെ അഴിക്കുവോ? അഴിക്കുകയല്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവനൊരു ദൂതുണ്ട്. സ്തോത്രം. ചിലരുടെ ഉടമസ്ഥതയിൽ കിടക്കുന്ന ചിലവിനെ അഴിക്കാൻ അവൻ്റെ അനുവാദം വേണ്ട, ദൈവത്തിൻ്റെ അനുവാദം മതി. എന്നോട് ദൈവാത്മാവരെ, ഇതുവരെ കയറാത്തടത്ത് നീ ഈ ദിവസങ്ങളിൽ കയറും. ഇതുവരെ അഴിക്കാത്തതിനെ വാക്കുകൊണ്ട് നീ ഓ, തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്. ഇനിയും നിന്റെ വിഷയം കെട്ടപ്പെട്ട് കിടക്കുകയല്ല. ആ വിശ്വാസം ചലിച്ചു തുടങ്ങി. യേശു പറയുക, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ നാടുവാഴികളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ എന്തു പറയണമെന്ന് നിങ്ങൾ വ്യാകുലപ്പെടണ്ട. പറയാനുള്ളത് ആ സമയത്ത്
നിങ്ങളുടെ നാവിൽ ഞാൻ തരും. നിങ്ങളല്ല അത് പറയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന എൻ്റെ ആത്മാവാണത് പറയുന്നത്. എന്നോട് ദൈവാത്മാവ് പറയുക, ചിലർക്ക് മറുപടി കൊടുക്കാനുള്ള വാക്ക് നിന്റെ നാവിൽ ദൈവം തരിക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനെ വാക്കുകൊണ്ട് അഴിക്കാനുള്ള ഒരു പുതിയ അതോറിറ്റി, ദ നെയിം ഓഫ് ജീസസ്. രജസിഖംധര. ഒരു ചോദ്യം, കെട്ടപ്പെട്ടതിനെ അഴിക്കാൻ വാക്കുകൾക്ക് ശക്തിയുണ്ടോ? ഉണ്ട്. അപ്പോസ്തലന്മാർ ചെന്ന് പറയാം, വെള്ളി ഞങ്ങളുടെ കയ്യിലില്ല, പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. എന്താ കാര്യം? ഞങ്ങൾക്ക് പറയാനൊരു നാമമുണ്ട്. അവർ ആ വാക്ക് പറഞ്ഞപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് വീണ കെട്ട് അവിടെ വെച്ചഴിഞ്ഞു. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ഇത് നിന്നെ കെട്ടഴിക്കുന്ന പകല, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പകല. ആഭിചാര ബന്ധനങ്ങൾ, മന്ത്രവാദ ബന്ധനം, യെസ്, ആ വാക്കുകൾ കൊണ്ട്, യെസ്. യേശുവിൻ്റെ ശുശ്രൂഷ മോഡൽ കണ്ടേ. ഒരു സ്ത്രീ ദൈവാലയത്തിൽ നിൽക്കുക, അവൾ കൂനിയാണ്. എത്ര വർഷം? 18 വർഷം. യേശു ദൂരെ നിന്ന് വിളിച്ചു പറയാ, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം. ചിലരെ നോക്കി പ്രവചിക്കുക, ചില വാക്ക് മതി നിന്റെ കെട്ടഴിയാൻ. ഓ ജീസസ്. ഇന്നിവിടെ ഇരുന്നുകൊണ്ട് വിദേശ രാജ്യത്തിരിക്കുന്ന നിന്റെ സന്തതിയുടെ കെട്ട് വാക്കുകൊണ്ടഴി. Glory to God. Hallelujah. തിരിച്ചറിഞ്ഞൊരു ആമീൻ പറഞ്ഞാട്ട്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവിൽ പ്രവചിച്ചു പറയുക, ഇതുവരെ നടക്കാത്ത ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കാൻ പോവുക. എത്ര പേര് അതിന് ആമീൻ പറയും? അടുത്തിരിക്കുന്ന ആളെ തൊക്കി വെച്ച് പറ, ചില കെട്ടുകളെ കർത്താവ് അഴിക്കാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. അതിനെന്ത് വേണം? ആമീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് ലഭിച്ചൊരു വാക്കുമതി. എത്ര പേര് അതിന് ആമീൻ പറയും? ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം ദൂത് പറയുക, വിദേശത്തിരിക്കുന്നതിൻ്റെ സന്തതി, ആമീൻ, നിന്റെ വീട്ടിനകത്തിരിക്കുന്ന വ്യക്തികൾ, അവൻ്റെ കെട്ടടിക്കാൻ ദൈവത്തിൻ്റെ വാക്കുകൾ മതി. അതുകൊണ്ടാണ് പറഞ്ഞ, അവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ വചനം അതിവേഗം ഓടുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഇനി നീ കെട്ടപ്പെടണ്ട. നിന്റെ അടുക്കലേക്ക് കെട്ടഴിഞ്ഞ മറുപടി. നോക്കിയേ, ശിഷ്യന്മാര് ആ കഴുതയും കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരിക. ഭാവനെ കണ്ടേ. അവർ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. സ്തോത്രം. കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ അങ്ങയുടെ വാക്കുകൊണ്ട് അഴിച്ച് ഞങ്ങൾ കൊണ്ടുവരിക. ഒന്നാമത്തെ ദൂത്, ആമീൻ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. രണ്ടാമത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ. അതേ അധ്യായത്തിൽ തന്നെ വാക്യമുണ്ട്, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ. കർത്താവ് പഠിപ്പിക്കുക, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും. വിശ്വാസത്തിന്റെ നിയമം എന്താണെന്നറിയാമോ? ഒരു കാരണവശാലും സംശയം ഉണ്ടാകരുത്. എന്തുണ്ടാകരുത്? സംശയം. അബ്രഹാമിന്റെ പ്രത്യേകത പൗലോസ് വെളിപ്പെടുത്തുക, തൻ്റെ ശരീരം നിർജീവമായി പോയിട്ടും സാറയുടെ ഗർഭപാത്രത്തിലെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് നമ്മളെപ്പോലെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, സാഹചര്യം നടക്കത്തില്ലെന്ന് പറയുമ്പോഴും നിന്റെ വിശ്വാസം പറയണം, അത് നടക്കാൻ പോവാ. എത്ര പേർ റെഡിയാണ്? എന്നോട് ദൈവാത്മാവെ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം ഈ ആരാധനയുടെ നടുവിൽ ചിലരോട് പ്രവചിച്ചു പറയുക, ഈ പ്രയർ തീരുന്നതിന് നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എനിക്ക് ദൈവം തരുന്ന വലിയ ബോധ്യം പറയാം. ഇന്ന് മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നീ എഴുതിയിട്ടോ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കാണാൻ പോവാ. നീ വിശ്വാസത്തോടെ പറഞ്ഞാൽ, അവിടെ പറയാം, ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ നീ പറയുന്ന പോലെ സംഭവിക്കും.
ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. വിശ്വസിക്കുന്ന നീ പറയുന്ന പോലെ സംഭവിക്കും. ഒന്നുകൂടെ കേൾക്കുക, നീ പറഞ്ഞതുപോലെ നിന്റെ വീട്ടിൽ സംഭവിക്കൂ. നീ പറഞ്ഞതുപോലെ നിന്റെ കുഞ്ഞിന്റെ ലൈഫിൽ സംഭവിക്കൂ. വിശ്വസിക്കുന്ന നീ പറയുന്ന പോലെ, ഓ യേശുവിന്റെ നാമത്തില് നിന്റെ വീടിന് നോക്കി പ്രവചിക്ക്. നീ പറയുന്ന പോലെ. ഓ ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്താ അറിയോ? ഞാൻ പറയുന്ന പോലെ നടക്കുമെന്ന. ഒരാമയും വരുന്നില്ല. എത്ര പേര് പറയും നീ പറയുന്ന പോലെ സംഭവിക്കും? നിന്നെ രക്ഷിക്കപ്പെടാത്ത മോനെ നോക്കി നീ പറയണം, അവൻ രക്ഷിക്കപ്പെടും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ വീടിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. അമ്മ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ വാ തുറക്കണം പറയാൻ. നിന്റെ വാ തുറക്കണം പറയാൻ. എന്ത് പറയാം? നീ പറയുന്ന പോലെ. ഇതിൻ്റെ അക്ഷരിക അർത്ഥമല്ല, ആത്മീയ അർത്ഥം പറയാം. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഈ മല അവിടുന്ന് മാറി എവിടെ പോവും? അതിനർത്ഥം എന്താ പറയാം? ഒരിക്കലും ചലിക്കാത്ത ചിലതിന് ചലനമുണ്ടാക്കാൻ വിശ്വസിക്കുന്നവൻ്റെ വാക്കിന് പവറുണ്ട്. ഒരാമയും വരുന്നില്ല. നിശ്ചലമെന്നെല്ലാവരും പറഞ്ഞത് ബൈബിൾ നോക്കിയ വാക്കിന് ഭയങ്കര പവറാ. മരിച്ചു നാറ്റം വെച്ചു 4 നാളായ ലാസറിന്റെ കല്ലറകൾ ഒരേ വാക്ക്, ലാസർ പുറത്തു വാ. ആ വാക്ക് മരിച്ചവൻ മരണത്തിൻ്റെ മണമില്ലാതെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പം ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, വാക്കുകൾ നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ പോവുക. വാക്കുകൾ ക്രിയ ചെയ്യാൻ പോവുക. സമയം പെട്ടെന്ന് പോയല്ലോ, ഞാൻ അവിടെ നിൽക്കുന്നില്ല. ദൈവത്തിൽ പിടിയിരിക്കുന്ന ചിലരോടൊക്കെ കർത്താവ് പറയാം, നീ പറയുന്ന പോലെ സംഭവിക്കും. നെഞ്ചത്ത് കൈവച്ച് പറ, ഞാൻ പറയുന്ന പോലെ സംഭവിക്കുമെന്ന് പറ. പക്ഷേ ഹൃദയത്തിൽ ഒട്ടും സംശയിക്കരുത്. ഹൃദയത്തിൽ ഒട്ടും സംശയിക്കരുത്. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നിന്റെ ലൈഫിൽ എന്തൊക്കെയോ നടക്കാൻ പോവുക. മൂന്നാമത്തെ കാര്യത്തിൽ നിന്ന് ഒരു ദൂത് പറഞ്ഞ് ഞാൻ വാക്കുകളെ ചുരുക്കാതെ പറഞ്ഞു തീർക്കാനുള്ള സമയം ഉണ്ടോയെന്നറിയത്തില്ല. പക്ഷേ 5 മിനിറ്റ്സ് കൊണ്ട് ഞാൻ ആ ഭാഗം നിർത്താം. കർത്താവ് പറയുക, ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ലഭിച്ചു എന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കുന്നവരുണ്ട്? കൈപൊക്കിക്കേ. ഞാൻ മൊത്തം പ്രാർത്ഥിക്കുക, എല്ലാവർക്കും ഉണ്ട്. അത് ലഭിച്ചു എന്ന് വിശ്വസിച്ച് ഇന്നോട്ട് പ്രാർത്ഥിക്കാവോ? അത് ലഭിച്ചു എന്ന്, അത് ഫൈനാൻസ് ആകട്ടെ, ഹെൽത്ത് ആകട്ടെ, ഫാമിലി ലൈഫ് ആകട്ടെ, തടസ്സങ്ങളാകട്ടെ, എന്തോ അത് ലഭിച്ചു എന്ന് ദൈവം എന്നോട് പറയുക. ഈ ആഴ്ച പലതും ലഭിക്കുന്ന ആഴ്ചയാണ്. ഞാൻ പ്രവചിച്ചു, ഈ ആഴ്ച പലതും ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന. ഓ, ഇതിൻ്റെ ദൂത് പറയാൻ പോവാ നിങ്ങളോട്. യേശുവിൻ്റെ നാമത്തിൽ ആമി പ്രാർത്ഥിക്കുന്ന നിനക്ക് ലഭിക്കുമത്. നിന്റെ സന്തതിക്ക് ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് ലഭിക്കും. ബൈബിളിലെ വെളിപ്പാടാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, സ്തോത്രം, വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീ പറഞ്ഞതുപോലെ സംഭവിക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് പോകാം. ദൈവത്തിന് സ്തോത്രം. അമ്മി, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇല്ല, പക്ഷെ അത് ഉണ്ടാകും. പദം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. അതായത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അതുണ്ടായി വരും. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവാത്മാവ് ഒരു കാഴ്ച കാണിക്കുന്നു. ചില ദിവസത്തിനകത്ത് ചില മറുപടി നിന്റെ വീട്ടിൽ ഉണ്ടായി വരും. ദൂതിനെ സ്വീകരിക്കാൻ പറ്റുമോ? നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറത്തക്ക രീതിയിൽ, നിന്റെ കുടുംബത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടായി വരും. എല്ലാവരും കൊണ്ടൊന്ന് പറഞ്ഞ ഉണ്ടായി വരും. ഇല്ല, ശബ്ദം പോരാ. വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി ചിലത് ഉണ്ടായി വരും.
ഇന്ന് വീട്ടിൽ വണ്ടിയായിരിക്കുമ്പോൾ പറയണം, ചിലതൊക്കെ ഉണ്ടായി വരാൻ പോവുക. ചിലരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടായി വരും, ചിലരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായി വരും, ചിലരുടെ ജീവിതത്തിൽ സന്തതി ഉണ്ടായി വരും, ചിലരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി മറുപടി ഉണ്ടായി വരും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്ത് പറയാമോ, ഉടനെ ചിലത് ഉണ്ടായി വരും. നീ മരിച്ചു കഴിഞ്ഞാലും വിടുതൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ വിഷയം നിന്റെ വീട്ടിൽ ഉണ്ടായി വരും. വിശ്വസിക്കുന്ന പക്ഷെ ഒരു കാര്യം, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഉണ്ടായി വരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബൈബിളിൻ്റെ നിയമം നോക്കി, വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. മിണ്ടുന്നില്ല. ജോലിയില്ലാത്തവർ, എനിക്ക് ജോലി ലഭിച്ചു, ഇതെൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡറാണ് എന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതിയിട്ട് അത് ലഭിച്ചു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. റിസൾട്ട് ഭയങ്കരമാണ്. ദൈവം എന്നോട് പറഞ്ഞു, റിസൾട്ട് ഭയങ്കരമാണ്. നീ നോക്കിക്കോ, ഇത് ചിലതിൻ്റെ വിടുതലിൻ്റെ ആഴ്ചയാ, ചിലർ അത്ഭുതത്തിൻ്റെ ആഴ്ചയാ. എഴുതിയിട്ടോ പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ ആത്മാവി പ്രവചിച്ച് പറയുക, ഇത് വിടുതലിൻ്റെ മന്താണ്. ഇത് കേൾപ്പിക്കാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ, ഇത് കേൾപ്പിക്കാനാ നിന്നെ ലൈവിൽ കൊണ്ടുവന്നേ. ക്ഷമിച്ചാൽ അനുഗ്രഹങ്ങളുണ്ട്, വിശ്വസിച്ചാൽ വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഞാനൊരു വലിയ ദൈവദാസനോട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, അനിപ്പാസ്റ്ററെ, വിശ്വസിച്ചാൽ മതി, എല്ലാം നടക്കും. അതേ വാക്ക് നിങ്ങളോട് ഞാൻ പറയുക, വിശ്വസിച്ചാൽ മതി, എല്ലാം നടക്കും. എങ്ങനെ വിശ്വസിക്കണം? ലഭിച്ചു എന്ന്, അത് ലഭിച്ചു എന്ന്. നിനക്ക് വീടില്ല, ഒരു വീട് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നില്ല, വിവാഹ കുറി അടിക്കുന്നു എന്ന് വിശ്വസിക്കണം. എന്നോട് ദൈവാത്മാ പറയാം, സഭ ഈ ഒരാഴ്ച മുഴുവൻ വിശ്വസിക്കുമോ? വിശ്വസിച്ചു പറയുമോ? വീട്ടിൽ വിശ്വസിച്ചോണ്ട് പറയണം, എൻ്റെ വീട്ടിൽ വചനം പറയുക, അതുണ്ടായി വരും. ഞാൻ എൻ്റെ കഥ പറയുമല്ല, വചനം പറയുക. എന്നോട് നിന്റെ വീടിനകത്ത് ആ നന്മ ഉണ്ടായി വരും. എത്ര പേര് ആമീൻ പറയും? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഉണ്ടായി വരും. ഈ ബൈബിളിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട്. ഒരാളുടെ കാര്യം പറയണമെന്ന് വിചാരിച്ചാൽ ഈ വാക്യത്തിൽ വന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചേച്ച് ബൈബിൾ അടച്ചു. ഒരു ദൂത് നിങ്ങളോട് പറയാനാ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രം. ഇവിടെ ചരിത്ര പശ്ചാത്തലമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുക. ആരേലും എഴുതിയ രേഖ കണ്ടൊന്നും നീ പേടിക്കരുത്. എഴുതുന്നവൻ എന്തും എഴുതട്ടെ. സ്തോത്രം. താളിയോലകളിൽ എഴുതട്ടെ, ഇരുമ്പഴി താണി കൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ലോഹങ്ങളിൽ എഴുതട്ടെ. നീ പേടിക്കണ്ട, ഒരു എഴുത്തും നിനക്ക് ഫലിക്കുകയില്ല. മിണ്ടുന്നില്ല. എഴുതിയെന്നറിഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്തെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നീ എഴുതുവോ എഴുതാതിരിക്കുവോ അത് നിന്റെ കാര്യം, പക്ഷെ ഞാൻ വിടുതൽ ലഭിച്ചതിന് സ്തോത്രം പറയുക. നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കാമോ? സ്തോത്രം. എന്തൊക്കെയോ വിഷയത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചതെന്ന് സ്തോത്രം പറയാമോ? ഇത് വിശ്വാസമാണ് പറയുന്നത്. നമുക്ക് വിടുതൽ ലഭിച്ചു എന്ന് പറഞ്ഞ് സ്തോത്രം പറ. ആ വിഷയം, നിന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയ വിഷയത്തിന് ഇന്ന് വിടുതൽ ലഭിച്ചു എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞേ. ഒരു 2-3 മിനിറ്റ് സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഇനി ഉണ്ടായി വരുമെന്ന ദൂത് യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് കണ്ടോ ചിലർ ദൂത് സ്വീകരിക്കാൻ തുടങ്ങി. ചിലരുടെ അകത്ത് യെസ്, നീ സ്തോത്രം പറഞ്ഞു, അത് ഉണ്ടായി വരും. അത് യെസ്. ഓ വലിയ വിടുതൽ നിന്റെ വീട്ടിൽ നടക്കുക. ഇല്ലാത്തത് ഉണ്ടായി വരിക. ആരും അഴിക്കാത്ത കുരുക്ക്
ഇന്ന് യേശു അഴിക്കാൻ പോവാ. കണ്ടോ കണ്ടോ, അവിടെ വിടുതൽ നടക്കുന്നു, അവിടെ വിടുതൽ നടക്കുന്നു, അവിടെ യെസ്. ശബല ഹഡബല ബഡബല ബഡബല. എനിക്കറിയത്തില്ല, ഇതിനകത്ത് വലിയ ദൈവപ്രവൃത്തി നടക്കുക. നിന്റെ വീടിനകത്ത് ചില മറുപടി ഉണ്ടായി വരുന്നു, ചില അത്ഭുതം ഉണ്ടായി വരുന്നു, നിന്റെ കുഞ്ഞിൻ്റെ ലൈഫിൽ ചിലത് ഉണ്ടായി വരുന്നു. ഞാൻ പ്രവചിച്ചു പറയുക, നിരാശപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട, ഉണ്ടായി വരൂ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആളിക്കത്തുന്ന തീ പോലെ ഇതിനകത്ത് അഭിഷേകം വ്യാപരിക്കുക. ക്ഷമിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ, ആരാധിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ, നീ വിശ്വസിക്കുന്ന പോലെ നടക്കാൻ പോവുക, നീ പ്രാർത്ഥിക്കുന്ന പോലെ നടക്കാൻ പോവുക. എത്ര പേര് ആമീൻ പറയും? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ചിലത് ഉണ്ടായി വരാൻ പോവാ. ഈ ആഴ്ച നീ വിശ്വസിച്ചോണ്ട് പറയുമ്പം നിന്റെ ലൈഫിൽ ഉണ്ടായി വരുന്ന ചില കാര്യം അടുത്ത ഞായറാഴ്ച വന്ന് ഞങ്ങളോട് പറയണം. എത്ര നേരം പോയാലും ഞങ്ങളത് കേൾക്കും. ദൈവം നിനക്ക് ചെയ്ത ചില അത്ഭുതം നീ പറയാൻ പോവാ, നീ കാണാൻ പോവാ, നീ കേൾക്കാൻ പോവാ. ഇത് നിന്റെ ദിവസമാ. നിന്റെ അടുക്കൽ വന്ന് ദൈവം സംസാരിക്കുക. ഇവിടെ പരാതികളില്ല, ഇവിടെ പരാതികളില്ല, ക്ഷമ മാത്രം, ക്ഷമ മാത്രം. അവസരം കിട്ടിയാൽ തിരിച്ചു പറയാൻ വെച്ച വാക്ക് വരെ ഇന്ന് അമ്മ മറന്നേക്കണം. നമ്മളത് പറയത്തില്ല. എന്നോട് ദൈവം പറയുക, ചിലത് ഉണ്ടായി വരും. വിശ്വാസമുണ്ടോ? ചിലത് ഉണ്ടായി വരും. എത്ര പേര് ആമീൻ പറയും? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് ഈ ആഴ്ച മുഴുവൻ ജനത്തെ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അത് ഉണ്ടായി വരും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത് ഉണ്ടായി വരും. നിന്റെ കുടുംബത്തിന് വേണ്ടി അത് ഉണ്ടായി വരും. ഒരത്ഭുതം നിന്റെ വീട്ടിൽ നടക്കാൻ പോവാ. ചിന്തിക്കാത്ത മേഖലയിൽ നടക്കേണ്ട ദൈവപ്രവൃത്തിയുടെ തടസ്സം ഇന്നത്തെ പ്രാർത്ഥനയെ നീങ്ങിപ്പോവും. ഞാനൊരു കാഴ്ച കാണുക, നിങ്ങൾക്ക് മനസ്സിലാകാൻ ആ വെളിപ്പാട് പറയുന്നേ. ചില സമയത്ത് 3 മണി സമയത്ത് കണ്ടിട്ടുണ്ടോ? കാർമേഘം കൊണ്ട് ആകാശം നിറഞ്ഞു. ലൈറ്റ് ഇടേണ്ട സാഹചര്യമുണ്ടായി. പെട്ടെന്നൊരു കാറ്റ് വരുമ്പം ആകാശത്തോട്ട് നോക്കണം. നിന്റെ തലയ്ക്ക് മുകളിൽ ഉരുണ്ടുകൂടിയ സകല കറുത്ത മേഘങ്ങളും ആരും ഓടിക്കാതെ ഓടുക. കാറ്റ് ഇതിനെ ദൂരെ കൊണ്ടുപോകുന്നു. ഓ നിന്റെ വീടിനകത്ത് സാത്താൻ സൃഷ്ടിച്ച അന്തരീക്ഷങ്ങൾ ഞാൻ വെളിപ്പാടാ പറയുന്നേ. ചില മരണ അന്തരീക്ഷങ്ങൾ, ചില ശാപ അന്തരീക്ഷങ്ങൾ. യെസ്, ഹോളി സ്പിരിറ്റ് വലിയ ഫാസ്റ്റ് മൂവ്മെന്റ് നടക്കുക ഇതിനകത്ത്. അസാധാരണ ആളിക്കത്തുന്ന തീ പോലെ. നിങ്ങൾ എന്നെ നോക്കിക്കേ, സമയമൊക്കെ പോയി എന്നാലും വേണ്ടികളെ നിങ്ങൾ എന്നെ നോക്കിക്കേ. സമയമൊക്കെ എന്നും ഉണ്ടല്ലോ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്തൊക്കെയോ അന്തരീക്ഷങ്ങൾ ഓടി മാറുക. എത്ര പേര് ആമീൻ പറയും? ഓടുക മാറുക മാത്രമല്ല, വേറെ ചിലത് ഇതുവരെ വെളിപ്പെടാത്ത ചിലത് വെളിപ്പെടാനും പോവുക. ഏലിയാവ് മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒരു വിടുതലിൻ്റെ മേഘം വെളിപ്പെടണം. എന്നോട് മാറേണ്ടത് മാറുകയാ, വെളിപ്പെടേണ്ടത് വെളിപ്പെടുക. നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിൽ ഒരു വലിയ പണി നടക്കുന്നു. യെസ്, ഞാന് ഒരു വീട്ടില് 1 മാസം മുമ്പ് പ്രാർത്ഥിക്കാൻ പോയി. സ്ഥലമൊന്നും പറയത്തില്ല. ആ വീട്ടിൽ ചെന്നപ്പം അപ്പനും അമ്മയും ഉണ്ട്. ആ വീട്ടിലെ മൂത്ത മോൻ ഡോക്ടറാണ്, രണ്ടാമത്തെ മോളും ഡോക്ടറാണ്. ഞാൻ ഒന്നും അറിയാതെ അവിടെ ചെന്ന് കയറി. അപ്പനും അമ്മയും പായിട്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ മോളെ വിളിച്ചു. മോൾ അപ്പനോട് പറയുക, നിങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ചേക്കെ മതി. ഞാനും അങ്ങ് ചമ്മിപ്പോയി. മോൻ ഡോക്ടർ ഇറങ്ങി വന്നു, പ്രാർത്ഥിച്ചോ. ഞാൻ പറഞ്ഞു, അവരൊക്കെ പോട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ആരാണ്ട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥനയൊന്നും നിർത്തരുത്.
ഞങ്ങൾ നല്ല ഒരു ഉഗ്രം പ്രാർത്ഥന അവിടെ നടത്തി. വൈകിട്ട് എന്നെ അങ്കിൾ വിളിച്ചിട്ട് പറയാ, മോള് തിരിച്ചു വന്നപ്പം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ്സുമായിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, അവിടെ ദേഹത്തെ സാധനം പോയി. പ്രസംഗിക്കാൻ പോയ സ്ഥലത്ത് അവർ വന്നായിരുന്നു. അപ്പോൾ അവരെന്നോട് പറയാം, അന്നേ പിന്നെ ഇന്ന് വരെ. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് എന്തുവായിരുന്നു പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, അതാണ് നിൻ്റെ വീട്ടിൽ ഉരുണ്ടുകൂടിയ കാർമേഘം. സംഭവിക്കരുതാത്തതാ പല വീടുകളിലും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ അന്തരീക്ഷം ഇന്ന് ക്ലിയർ ചെയ്യുമെന്ന ദൂത്. സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളല്ലാതാക്കി മാറ്റി, നിന്റെ മരുമക്കളെ മരുമക്കളല്ലാതാക്കി മാറ്റി, നിന്റെ കുടുംബബന്ധത്തെ നിങ്ങളല്ലാതാക്കി മാറ്റി, തകർത്തു കളഞ്ഞ അന്തരീക്ഷത്തെ ഞാൻ വീണ്ടും പറയാം, കാർമേഘം ഓടി മാറുന്ന പോലെ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. ചില വീടിൻ്റെ അന്തരീക്ഷങ്ങൾ ചേഞ്ച് ആകുന്നു, ചില കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങൾ ചേഞ്ച് ആകുന്നു. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. ഇനിയും പ്രസംഗിക്കുന്നില്ല, ഒരൊറ്റ ദൂത് പറഞ്ഞു നിർത്താം. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ചിലത് ഉണ്ടായി വരും. വിത്തില്ലാതെ സസ്യമുണ്ടായി വന്ന പോലെ. ഗ്ലോറി. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, വിത്തില്ലാതെ ഉണ്ടാക്കിത്തരാം. 12 ഗോത്രപ്രഭുക്കന്മാർ 12 വടി വെട്ടി. വടി കിളിക്കണമെങ്കിൽ, വടി ഫലമാകണമെങ്കിൽ ഒന്നീ വെള്ളം വേണം, അല്ലേ മണ്ണ് വേണം. ദൈവം പറയാ, വെള്ളവും മണ്ണുമില്ലാതെ ഞാൻ ബദാം പൂപ്പിച്ചു കാണിക്കാം. ഗ്ലോറി ടു ഗോഡ്. നീ പറയുന്ന ഒരു നിയമവുമില്ലാതെ ചിലതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. അതിന് കടഞ്ഞു ദൈവത്തെ വിശ്വസിക്കോ? പൂർണ്ണമായി ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യ. അതിന് കടന്ന്, ജീസസ്, അതിന് കടന്ന്, നിന്റെ പരിമിതികൾ കടന്ന് വിശ്വസിക്കോ? വിശ്വസിക്കോ?